ഹലോ. അപ്പോൾ ഞങ്ങള് സുസുക്കിയുടെ പുതിയൊരു ആക്സസ് സ്കൂട്ടർ എടുത്തു. അപ്പോൾ കുറച്ച് പേര് ഇതിന്റെ റിവ്യൂ ഒക്കെ ചോദിച്ചായിരുന്നു. ഞാനോർത്ത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ട് വീഡിയോ ചെയ്യാണ്. ഇത് ഓൺ റോഡ് മേടിച്ചപ്പം 1,16 ആയിട്ടുണ്ട്. 1,16,000. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മൂന്നാമത്തെ വേരിയന്റ് ആട്ടോ ഞങ്ങൾ എടുത്തത്. ഇതിന് 4 വേരിയന്റ് ഉണ്ട്. ഇത് മൂന്നാമത്തെ വേരിയന്റ് എടുത്തത്. മൈലേജ് ഒരു 65 ഒക്കെയാണ് പറയുന്നത്. പക്ഷെ 65 ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ നോക്കിയിട്ട് ഒരു 45, 50 ഒക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ. ഈ 2 മാസം ഞങ്ങൾ എടുത്തത് വെച്ചിട്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ലതാണ്. ഓടിക്കാനാണെങ്കിലും നല്ല സുഖമാണ്. നല്ല കൺവീനിയന്റ് ആണ്. നല്ല കംഫർട്ടാണ്. നല്ല സീറ്റിനാണേലും നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് കൊച്ചൊക്കെ ആയിട്ടിരുന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു സർവീസേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർ പറഞ്ഞ മൈലേജ് ഒക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. പവറും കംഫർട്ടും അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. പിന്നെ ഇതിവര് ഡിസൈൻ ചെയ്തേക്കുന്ന ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുമല്ല ഇവിടെ കണ്ടോ നമുക്ക് മൊബൈലൊക്കെ വെക്കാനായിട്ട് ചെറിയ 2 ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ പെട്രോളിന് തുറക്കാനായിട്ട് നമ്മൾ കീ ഇട്ടാണ് പെട്രോളിന് തുറക്കുന്നത്. നമ്മൾ ഇരിക്കുന്നവരെ എഴുന്നേറ്റ് മാറേണ്ട ആവശ്യം പോലും ഇല്ല. ഈ വണ്ടിയിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് ഫോണിലേക്ക് ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പേരന്റിനെ അറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിൽ ഇത് പോകുന്ന റൂട്ട് അറിയാം, ഇതിന്റെ ചാർജ് എന്തോരാ വേണ്ടത്, അടുത്ത സർവീസ് എന്തോരാണ്, എന്തൊക്കെയുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കീ തിരിച്ചു തന്നെയാണ് പെട്രോൾ തുറക്കുന്നതും ഡിക്കി തുറക്കുന്നതും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം ആയിട്ട്. പിന്നെ ഈ വണ്ടിയുടെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ഒരു സേഫ്റ്റി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാൻഡിലാണെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് ഇട്ട് അറിയാതെ ഓടിക്കുന്നവർക്ക് ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല.